ஏப்பா ஒரு வழியாக அந்த பொண்ணு அவுட் ஆயிட்டாப்பா. ஐயோ, இந்த பொண்ணு ஸ்ரீத்து அவுட் ஆயிட்டா. അങ്ങനെ എങ്ങനെയോ അങ്ങനെ അവസാനമായിട്ട് ആ പാഴ് സാധനം ഔട്ടായിരിക്കുകയാണ് ശ്രീതു എവിക്റ്റഡ്. വലിയ വിഷമമാണ് മുഖത്തിൽ. ഒരു മലയാളം ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രയും നാൾ കിടന്ന് ഉണ്ടാക്കിയതും പോരാ. എന്നിട്ട് അവൾക്ക് വിഷമം. പിന്നെ അതാ ഇവൻ്റെ അഭിനയം ചോദിച്ചു. വലിയ നടനാന്നാ, മഹാനടൻ. ഓ, എന്തൊരു ജന്മമാണെന്ന് വെച്ച് കയറുന്നുണ്ട് വെളിയിൽ പിള്ളേർ. ജോൺ മോണി ദോസ്. എനിക്കറിയാം മോനെ. ഏ എന്താ മോനെ, എന്താണ് മോനെ ഇങ്ങനെയൊക്കെ കാണിച്ചത്? എന്താണ് അർജുൻ മോനെ? ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഒരു പാവം ചാൻമണി ദാസിനെ പറ്റിച്ചിട്ട് പതി ശ്രീതു എന്ന് പറയുന്ന തമിഴ് പെണ്ണിനെ നീ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. തമിഴത്തിയായ മലയാളിയാണ് അവളൊരു നാഗവല്ലിയാണ്. അവളൊരു കൊച്ചു നാഗവല്ലിയായി മാറിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ് മോനെ. ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ പഴയ ലാലേട്ടൻ, ഇപ്പോഴത്തെ ലാലേട്ടനല്ല, ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ലുക്കും വേറെയാണ്, സൗണ്ടും വേറെയാണ്, ഒക്കെ വേറെയാണ്. ഇവൾ സ്വന്തം പിക്ചറിന് ഉമ്മ വെക്കുന്നു. 5 വയസ്സാണെന്ന് പ്രായം എന്നാണ് അവളുടെ വിചാരം. 5, 6, 7 വയസ്സായിട്ടുള്ളൂ അവൾക്ക്. ഇവൾ ഔട്ടായത് വളരെ സന്തോഷമുണ്ട്. ഇവൾ പക്ഷേ അപ്സരയ്ക്ക് മുമ്പേ ഒക്കെ ഔട്ടാവേണ്ട വ്യക്തിയായിരുന്നു. എന്ത് പുണ്ണാക്കനാണ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ശ്രീജുൻ ഭയങ്കര കോംബോ ആണെന്നാണ് പറയുന്നത്. അതിൽ നല്ല കോംബോ ആയിരുന്നു കാണും ജാൻമണിയും അർജുനും, അല്ലെങ്കിൽ നമ്മുടെ അഭിഷേക് എസ്സും അർജുനും. അല്ല, അഭിഷേക് എസ് അല്ലല്ലോ, അഭിഷേക് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫ്രഷാണല്ലേ. അങ്ങനത്തെ വാക്കുകളൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ജോൺ മോണി ദാസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ, ഞാൻ പറയുന്നത് എനിക്ക് പറഞ്ഞിട്ടുള്ളത് തടപ്പടെ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ യാത്ര ചെയ്യും. ഞാനൊരു ഫസ്റ്റ് ക്ലാസ്, ഞാൻ ബിസിനസ് ക്ലാസ് എത്തപ്പെട്ട. പക്ഷെ എന്നാലും സംഭവം ഭയങ്കര ആളാണല്ലേ. കൊച്ചു കള്ള അർജുൻ. എല്ലാവരും അറിഞ്ഞു. ദേവിയുടെ കടാക്ഷം ഇത്രയും ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്താ ചെയ്യുക, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതൊക്കെ സത്യം തന്നെയാണോ? അവൾ വെളിയിൽ വന്നിട്ട് പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നോറയെ അല്ല ഞാൻ ബ്രാഗ് ചെയ്തത് അർജുനെയാണ് എന്നാണ്. പക്ഷെ അത് വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ സത്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇവരുടെ മനസ്സിൽ അർജുനായിരുന്നു കാണും, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോറയായി പോയി കാണും. ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒരുപാട് ആൾക്കാർക്കുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സായി കൃഷ്ണൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അകത്ത് പോകുന്നത് സായി കൃഷ്ണയായിട്ടായിരിക്കും, ഞാൻ വെളിയിൽ സീക്രട്ട് ഏജൻറ്റാണ്. പിന്നെ പറഞ്ഞു സീക്രട്ട് ഏജൻറ്റ് കഴിഞ്ഞു, അത് ചത്തുപോയി, സീക്രട്ട് ഏജൻറ്റ് മരിച്ചുപോയി, സീക്രട്ട് ഏജൻറ്റ് ഇനി ഞാൻ സീക്രട്ട് ഏജൻറ്റ് ഇനി അതുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് സായി കൃഷ്ണയായിരുന്നു, ഇത് സീക്രട്ട് ഏജൻറ്റാണ്, ഇത് എന്തോടെ ഇത് അന്യനോ? ഇങ്ങനെ കുറേ കഥകൾ, കുറേ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6. എൻ്റെ പൊന്നെ, എന്താണേലും ഗബിളി വന്നതോടെ നമ്മുടെ ജാഫർക്കൊക്കെ അടുത്ത അറ്റാക്ക് വന്നതാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞു നടക്കുന്നത്. അയാൾക്ക് അങ്ങനൊന്നും വരില്ലെന്ന്. അയാൾ ഊരിക്ക്. അയാൾ ഇപ്പോൾ ഇവൻ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത അയാൾ അടുത്ത ചെയിനായിട്ട് വരും. എന്നാലും ഇവൻ്റെ ഇരുത്തം കണ്ടില്ലേ? ഇവനെ വിജയിപ്പിക്കാൻ കുറേ ശ്രമമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഇവൻ കാണിക്കുന്നത്? 3 വിരൽ ഇത്. പക്ഷേ ഇംഗ്ലീഷിൽ ബൊളോക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണോ കാണിക്കുന്നത്? അത് കാണിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ ഫോട്ടോ ലാലേട്ടൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്താ പോലെ ഇത് ഒരു കോമഡി എന്ന് പറഞ്ഞാൽ, ശ്രീതുവും മറ്റേ ജാസ്മിനും ഭയങ്കര ഇങ്ങനെ മച്ചാമച്ചി ആയിരുന്നല്ലോ. ശ്രീതു പറയാണ് ജാസ്മിൻ ഞാനാണ് എവിക്റ്റ് ആയതെന്ന്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ അവളുടെ മറ്റേ ഫോട്ടോയിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിലുള്ള മറ്റേ അകത്തുള്ള സംഭവമൊക്കെ വീണല്ലോ. വീണ് കഴിഞ്ഞപ്പോൾ സേവ്ഡ് എന്ന് കണ്ടപ്പോൾ അവളുടെ ഫോട്ടോയിൽ തന്നെ ഉമ്മ വെച്ചു. ശ്രീതു എവിക്റ്റ് ആയതിൻ്റെ ഒരു എഫക്റ്റും അവളുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. പിന്നെ അവളുടെ മുഖത്ത് എഫക്റ്റ് ഉണ്ടായിരുന്നത് ആ കൂടെ ഗബ്രി എവിക്റ്റ് ആകുമ്പോഴായിരുന്നല്ലോ. ഗബ്രി അയ്യോ ഇത് പറ്റില്ല, എനിക്ക് പറ്റില്ല. മോളെ, രംഗച്ചേട്ടൻ പറഞ്ഞാൽ ചെയ്യും.
ഗബ്രി പറഞ്ഞാൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ. ഗബ്രിയുടെ സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. പുറത്ത് വന്ന് ഇത്രയുമൊക്കെ അവനെ തേച്ചൊട്ടിച്ചിട്ട് അവന് ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. അവൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയാണ് ജാസ്മിൻ എന്ന് പറയാൻ അവന് ഒരു നാണവും മാനവും ഇല്ല, അവന് ഒരു വിഷമവും ഇല്ല എന്നാണ് അവൻ പറയുന്നത്. അതെന്തുവാണേലും അങ്ങനെ ആവട്ടെ. അവൻ്റെ കാര്യം അവന്, അവളുടെ കാര്യം അവൾക്ക്. രാവിലെ വന്നിട്ട് കെട്ടിപ്പിടിയും ബഹളവും എന്തിനു പറയാൻ. തള്ളേ ഒന്ന് പോയി തരുമോ? ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. ഒന്ന് പോ.